പ്രിയ സഹോദരരെ, നാം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. നോയമ്പുകാലത്തെ മൂന്നാമത്തെ ആഴ്ചയിൽ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, വിചിന്തനത്തിനുള്ള സന്ദേശം, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായിരിക്കണം, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം. ഈശോ ലോകത്തിന് നേതൃത്വത്തെപ്പറ്റി ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ഇതല്ല, നമുക്കറിയാം. എല്ലാവരും അധികാരമുള്ളവൻ ഒന്നാമനാകണം, അവൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നാണ് എല്ലായിടത്തും പൊതുവെയുള്ളൊരു ധാരണ. പക്ഷേ ഈശോ അതിൽ നിന്ന് വ്യത്യസ്തനായി ഈശോ പറയുന്നു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനായിരിക്കണം, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം. ശ്രീകുമാരൻ തമ്പിയെപ്പറ്റി നിങ്ങളെല്ലാവരും കേട്ട് കാണും. അദ്ദേഹം നമ്മുടെ സിനിമാ ലോകത്തിലെ വലിയ സംഗീത സംവിധായകനാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഞാനൊരു ഹൈന്ദവനാണെങ്കിലും ഞാൻ വളരെയധികം ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ലോകത്തിലെ വലിയ ഗുരുവായിട്ട് തോന്നിയിട്ടുള്ള, യഥാർത്ഥ ഗുരുവായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ യേശുക്രിസ്തുവാണ്. കാരണം യേശുക്രിസ്തു സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ഒരു ഗുരുവും ചെയ്യാത്ത കാര്യമാണ്. എല്ലാ ശിഷ്യന്മാരും അവരുടെ ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകി പൂജിക്കുമ്പോൾ യേശുക്രിസ്തു സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗുരുവും നാഥനുമാണ്, ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകൾ കഴുകണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ചൈതന്യം. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ മനോഭാവം അതാണോ? നമ്മുടെ സഹോദരരുടെ കാലുകൾ കഴുകാനും അവരെ ശുശ്രൂഷിക്കാനും തയ്യാറാണോ എന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഒരു പെൺകുട്ടി മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ ജോലി ചെയ്യാൻ പോയി. അപ്പോൾ അവളെ ഏൽപ്പിച്ചത് ഒരു വളരെ ദുശാഠ്യനായ, കഠിന സ്വഭാവക്കാരനായ ഒരു പ്രായമുള്ള മനുഷ്യനെ നോക്കാനാണ്. അപ്പോൾ അവൾ ദിവസവും ഇയാളെ ശുശ്രൂഷിക്കാൻ നോക്കും. പക്ഷേ ഇയാൾ എപ്പോഴും ഇവളുമായിട്ട് വഴക്കിടും. അപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്ക് പറ്റിയല്ല അയാളെ കെയർ ചെയ്യാൻ. ഉടനെ ഗാന്ധിജി പറഞ്ഞു, ഇവൾക്ക് മറ്റൊരു ജോലി കൊടുക്കും. അപ്പോൾ ഇവൾ തോട്ടത്തിലെ ജോലി കിട്ടി, അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൾ ഓർത്തു, എൻ്റെ ആ പ്രായം ചെന്ന മനുഷ്യനെ ആരാ നോക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇവൾ ചെന്ന് നോക്കിയപ്പോൾ ഗാന്ധിജിയാണ് ആ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നത്. വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായിരിക്കണം. ഒരു ഉദാഹരണം കൂടി, മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് അനാഥരായ കുട്ടികളെ പരിചരിക്കും. അപ്പോൾ ഒരു സിസ്റ്റർ ഒരിക്കൽ ഒരു അനാഥനായ ഒരു കുട്ടിക്ക് കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഈ വെള്ളമെല്ലാം ഈ സിസ്റ്ററിൻ്റെ മുഖത്ത് ഒഴിക്കുന്നു, സോപ്പ് സിസ്റ്ററിൻ്റെ മുഖത്തൊഴിക്കുന്നു. ഉടനെ ഈ സിസ്റ്ററിന് ഒരു തരത്തിൽ ഇവനെ കുളിപ്പിക്കാൻ പറ്റുന്നില്ല. ഉടനെ ആ സമയത്ത് മദർ തെരേസ അതിലേ വന്നു. മദർ തെരേസ ചോദിച്ചു, എന്താ സിസ്റ്റർ, വാട്ട് ഹാപ്പൻഡ്? ഉടനെ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ മദറെ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവൻ ഭയങ്കര വികൃതിയാണ്. ഉടനെ മദർ പറഞ്ഞു, സിസ്റ്റർ പോയിക്കൊള്ളൂ, ഞാനവനെ നോക്കിക്കൊള്ളാം. അപ്പം മദർ ചെന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഉടനെ അവനും കെട്ടിപ്പിടിച്ച് മദറിന് ഉമ്മ കൊടുത്തു. മദർ പറഞ്ഞതെല്ലാം അവൻ ചെയ്തു. അപ്പോൾ മദറിന് മനസ്സിലായി, ആ കുഞ്ഞിന് സ്നേഹമാണ് വേണ്ടത്, ശുശ്രൂഷകനായിരിക്കുക, മറ്റുള്ളവരോട് ദാസനായിരിക്കുക. പ്രിയ സഹോദരരെ, നമ്മൾ ഈ നോമ്പുകാലത്തിൽ ആയിരിക്കുമ്പോൾ ഈശോയുടെ ഈ വചനത്തെപ്പറ്റി ധ്യാനിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു മനോഭാവം, ഒരു മനസ്ഥിതി, ഈശോയുടെ മനോഭാവം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.